ഡിസിയുടെ ബോളിംഗ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അക്ഷർ പട്ടേലിനെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ എക്കണോമി പിടിച്ചുകൊണ്ട് 10 താഴെ പിടിച്ചുകൊണ്ട് ബോൾ എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. 4 ഓവറിൽ 39 റൺസ് കൊടുത്ത് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഡി സി ടീമിലോട്ട് തിരിച്ചെത്തിയ മിച്ചൽ സ്റ്റാർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്തു. 4 ഓവറിൽ 40 റൺസ് വിട്ടുകൊടുത്തിട്ട് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കുൽദീപ് യാദവ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്തു, പക്ഷേ വിക്കറ്റ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജെമിസൺ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു, പക്ഷേ വിക്കറ്റ് എടുത്തത് അത്രയും ഇമ്പോർട്ടന്റ് വിക്കറ്റ് ആയതുകൊണ്ട് അധികം ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ സൂര്യവംശിയുടെ വിക്കറ്റാണ് ആൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നടരാജൻ ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ 4 ഓവറിൽ 50 മേലെ റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളെ ഭാഗത്തുനിന്നായിരുന്നു ഒരു 50 കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ശരിക്കും ഇന്നത്തെ മാച്ചിൽ ഒരു 180, 160, 170 ആ റേഞ്ചിലായിരുന്നു ശരിക്കും ആറാറിന്റെ ഫസ്റ്റ് ബാറ്റിൽ നിൽക്കേണ്ടിയിരുന്നത്. പക്ഷെ നമ്മുടെ ഫെരേര ആ ഒരു അടി അടിച്ചുകൊണ്ടാണ് ശരിക്കും 225 സ്കോറിലോട്ട് ആറാർ എത്തിയത്. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 180, 160, 170 ആ റേഞ്ചിൽ മാത്രമേ കളി ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ശരിക്കും ആറാറിന് ഇപ്പോൾ ആ ഒരു ടോപ്പ് ഓർഡർ പോകുന്ന സമയത്തും മിഡിൽ ഓർഡേഴ്സും അതുപോലെ തന്നെ ഫിനിഷേഴ്സും കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട്. ടോപ്പ് ഓർഡർ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, സ്കോർ അത്രയും ഷൂട്ട് ചെയ്ത് തന്നെ പോകും. ചേസിംഗ് ഇറങ്ങി ഡി സി ഫുള്ളി പ്ലാൻഡ് ആയിട്ട് വന്നില്ല കേട്ടോ ഫീൽ ചെയ്തത്. കാരണം കെ എൽ രാഹുലും പതിനഞ്ച് സംഖ്യയും സ്റ്റാർട്ടിംഗ് തൊട്ട് തന്നെ അടിയോടടിയായിരുന്നു. അതിൽ 15 സംഖ്യ ആയിരുന്നു വെടിക്കെട്ടായിട്ട് അടിച്ചുകൊണ്ടിരുന്നത്. കാരണം കെ എൽ രാഹുൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ആൾ അടിക്കുന്ന ആ ഒരു സ്റ്റൈലും സംഭവങ്ങളൊക്കെ. ഇടയ്ക്കിടയ്ക്കൊക്കെ ആൾ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്തും കുറച്ച് റൺസൊക്കെ എടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പതും നിസംഖ്യയാണ് ബോൾ നിലത്ത് നിർത്താണ്ട് അടിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. 33 ബോളിൽ 62 റൺസാണ് ആടെടുത്തിട്ടുണ്ടായിരുന്നത്. 6 4 3 6 അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് 110 റൺസിൽ എത്തിയപ്പോഴാണ് ശരിക്കും നമ്മുടെ പതും നിസംഖ്യ ഔട്ടായത്. ആ ഒരു സമയത്ത് തന്നെ ഏകദേശം കളി ജയിച്ച ഒരു മട്ടിലായിരുന്നു കേട്ടോ. കാരണം അറിയാലോ, കാരണം ആ ഒരു എപ്പോഴും ഒരു ഗംഭീര തുടക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ കളി എന്തായാലും ജയിക്കാൻ പറ്റുന്നുള്ള ഒരു കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളെ പതും നിസംഖ്യന്റെ ആ വിക്കറ്റ് എടുത്ത രവീന്ദ്ര ജഡേജ ആയിരുന്നു. അതായത് അത്രയും നേരം മറ്റുള്ള ബോളേഴ്സിനൊക്കെ നല്ല അടി കിട്ടിയ സമയത്ത് രവീന്ദ്ര ജഡേജനെ കൊണ്ടുവന്നിട്ട് ആ ഒരു വിക്കറ്റ് എടുത്ത് ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പതും നിസംഖ്യ പോയാൽ എന്താ, കെ എൽ രാഹുൽ അവിടെ ഉണ്ടല്ലോ. അതുകൂടാണ്ട് കെ എൽ രാഹുലിന് കിടിലം പാർട്ട്ണർഷിപ്പാണ് കഴിഞ്ഞ മാച്ച് നമ്മുടെ പഞ്ചാബിന്റെ കൂടെ നമ്മുടെ നിതീഷ് റാണ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതന്നെ ഇന്ന് വീണ്ടും സംഭവിച്ചു. 60 മേനെയുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, രണ്ടുപേരും അടിയായിരുന്നു. അത് കെ എൽ രാഹുൽ അടിക്കുന്നതിന്റെ ഇച്ചിരി കൂടി കൂടുതൽ എന്നുള്ള അടിയിലായിരുന്നു ശരിക്കും നമ്മുടെ നിതീഷ് റാണ അടിച്ചോണ്ടിരുന്നുണ്ടായിരുന്നു. 17 ബോളിൽ 33 റൺസ്, അതായത് 2 4 3 6 ഒക്കെ അടിച്ചിട്ട് വെടിക്കെട്ടായിരുന്നു നിതീഷ് റാണ ഭാഗത്തുണ്ടായിരുന്നത്. ആ ഒരു പാർട്ട്ണർഷിപ്പും നല്ല രീതിയിൽ പോയതുകൊണ്ട് തന്നെ കളി കുറച്ചും കൂടി ഈസി ആയിട്ട് വന്നു. കാരണം 167 റൺസിലോട്ട് എത്തിയപ്പോൾ പിന്നീട് അങ്ങോട്ട് അത്ര അതില്ല ജയിക്കാൻ വേണ്ടിയിട്ട്. ഇനിയും വിക്കറ്റുകൾ കുറെ കയ്യിലുണ്ടെന്ന്. പക്ഷേ പാർട്ട്ണർ പോയതുകൊണ്ടാണെന്ന് അറിയില്ല, നിതീഷ് റാണ ഔട്ടായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കെ എൽ രാഹുൽ ഔട്ടായി. 40 ബോളിൽ 75 റൺസാണ് ആണ് എടുത്തത്. 6 4 5 6 അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങിയ നമ്മുടെ ഡി സിയുടെ ഓൾ ടൈം ഫേവറേറ്റ് ഫിനിഷേഴ്സ് നമ്മളെ സ്റ്റെപ്സും അശുതോഷ് ശർമ്മയായിരുന്നു. അവർ രണ്ടുപേരും കൂടി ഇറങ്ങിയതോടുകൂടി പിന്നെ ഒന്നും നോക്കാനില്ല. കാരണം 3 വിക്കറ്റ് പോയിട്ടുള്ള 7 വിക്കറ്റ് കയ്യിലുണ്ട്. ഇനി കളി ജയിപ്പിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും നോക്കാനില്ലല്ലോ. അവരുടെ ആ ഒരു കറക്റ്റ് സ്റ്റൈലിൽ തന്നെ കളി അടിച്ച് ജയിപ്പിക്കുകയായിരുന്നു.